നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണ് പരിശോധനയ്ക്കെത്തിയ യുവതിയെ കടന്നുപിടിച്ച് ചുംബിച്ച കേസിൽ ഇന്ത്യക്കാരന് ദുബായ് കോടതി ശിക്ഷ വിധിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദുബായിൽ ഒപ്റ്റിക് ഷോപ്പ് ജീവനക്കാരനായ 26-കാരന് 3 മാസത്തെ ജയിൽ ശിക്ഷയാണ് ദുബായ് പ്രാഥമിക കോടതി വിധിച്ചിരിക്കുന്നത്. തന്നെ കടയിലെത്തിയ ഉപഭോക്താവിനെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഓഫീസറായി ജോലി ചെയ്യുന്ന 31-കാരിയാണ് പരാതി നൽകിയത്. ഫിലിപ്പൈൻ സ്വദേശിയായ ഇവരെ പ്രതിയായ ഇന്ത്യക്കാരൻ കടയ്ക്കുള്ളിൽ പിടിച്ചുവെച്ച് ചുംബിച്ചുവെന്നാണ് കോടതി രേഖകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 3 മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് സെന്ററിൽ വെച്ച് രാത്രി 10 മണിയോടെയായിരുന്നു സംഭവമെന്ന് പരാതിക്കാരി പറയുകയുണ്ടായി. ഡ്രൈവിംഗ് പഠിക്കാനായി താൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിരുന്നു. ഇവരാണ് അടുത്തുള്ള ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയി കണ്ണ് പരിശോധിച്ച് റിപ്പോർട്ട് വാങ്ങാൻ പറഞ്ഞത്. ഇതനുസരിച്ച് ഷോപ്പിലെത്തിയ തന്നെ ഒരു പ്രതി റൂമിലേക്ക് കൊണ്ടുപോയി. കാഴ്ച പരിശോധിക്കുന്നതിനിടെ ഇയാൾ സ്വകാര്യ വിവരങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. എവിടെയാണ് താമസമെന്നും ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്നും ചോദിക്കുകയുണ്ടായി. പിന്നീട് തനിക്കൊപ്പം ഡിന്നറിന് പുറത്തു പോകാൻ വരണമെന്ന് അഭ്യർത്ഥനയായി. അയാൾക്കൊപ്പം നാട്ടിൽ പോകണമെന്നും വിവാഹം കഴിക്കാമോ എന്നും അന്വേഷിച്ചതായി യുവതി പറഞ്ഞു. പരിശോധനയ്ക്ക് ശേഷം തന്റെ മൊബൈൽ നമ്പർ ചോദിച്ചു. റിപ്പോർട്ടിൽ എഴുതാനായിരിക്കുമെന്ന് കരുതി നമ്പർ കൊടുത്തപ്പോൾ തന്റെ മൊബൈൽ ഫോണിൽ നിന്ന് വിളിച്ചു. നമ്പർ ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു പ്രതി ചെയ്തത് തന്നെ. ഇതിനുശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നതിനിടെ ഇയാൾ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിയുടെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് യുവതിയെ ചുംബിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവർ പ്രതിയെ തള്ളി മാറ്റി. എന്നാൽ ഇത് വകവയ്ക്കാതെ ഇയാൾ ചുംബിക്കുകയായിരുന്നെന്ന് യുവതി പറഞ്ഞു. പുറത്തിറങ്ങിയ ശേഷം ഇക്കാര്യം കടയിലെ കൗണ്ടറിലുണ്ടായിരുന്ന കാഷ്യറോട് പറഞ്ഞു. പരിശോധകൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ഒരു പേപ്പറിൽ എഴുതി നൽകിയെങ്കിലും കാഷ്യർ അത് കീറിക്കളയുകയായിരുന്നു. തിരികെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ യുവതി അവിടുത്തെ ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരനോട് വിവരം പറഞ്ഞു. അയാൾ യുവതിയെയും കൂട്ടി തിരികെ ഷോപ്പിലേക്ക് വന്നു. അപ്പോഴേക്കും പ്രതി ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു. ഇയാൾ തിരികെ വരുന്നതുവരെ അവിടെ കാത്തിരുന്നു. പ്രതി തിരികെ ഷോപ്പിലെത്തിയപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരൻ കാര്യം ചോദിക്കുകയും മാപ്പെഴുതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് ഇയാൾ ഒരു പേപ്പറിൽ മാപ്പെഴുതി നൽകുകയും പേപ്പറിൽ കടയുടെ സീൽ പതിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നേരവും പ്രതി പിന്നാലെ ചെന്ന് മാപ്പ് ചോദിച്ചുകൊണ്ടിരുന്നു. തൊട്ടടുത്ത ദിവസം അൽമുറഖബ പോലീസ് സ്റ്റേഷനിൽ യുവതി പരാതി നൽകി. പ്രതി മാപ്പെഴുതി നൽകിയ പേപ്പറും പരാതിക്കൊപ്പം ഇവർ പോലീസിന് നൽകിയിരുന്നു. ഇത് പിന്നീട് കേസ് ഫയലിലും ഉൾപ്പെടുത്തിയിരുന്നു. ഉപദ്രവിച്ചതിനും ഉപഭോക്താവിനെ ചുംബിക്കാൻ ശ്രമിച്ചതിനും മാപ്പ് ചോദിക്കണമെന്നുമായിരുന്നു പേപ്പറിൽ എഴുതിയിരുന്നത്. കേസിലെ വിധിക്കെതിരെ പ്രതിക്ക് 15 ദിവസത്തിനകം അപ്പീൽ നൽകാനാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.